സർവീസിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യാൻ പോവാണ്. പ്രിയദർശിനിയുടെ ആദ്യത്തെ യാത്രയിലെ കുറച്ച് ടിക്കറ്റുകളിൽ നമ്മളും യാത്ര ചെയ്തിട്ടുണ്ട്. അതിന്റെ ടിക്കറ്റാണിത്. 13,29,938 സ്ത്രീകളാണ് ഉദ്ഘാടന ദിവസം പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്തത്. ഇന്ത്യയിൽ ഫ്രീ ആയിട്ട് ബസ് സർവീസ് നടത്തുന്ന 11ാമത്തെ സംസ്ഥാനവും സൗത്ത് ഇന്ത്യയിലെ 5ാമത്തെ സംസ്ഥാനവുമാണ് കേരളം. അതുകൊണ്ട് തന്നെ പദ്ധതി വിജയമാകുമോ പരാജയമാകുമോ എന്നുള്ളതല്ല, ഒരു മാറ്റം കേരളത്തിൽ നടപ്പാക്കുമ്പോൾ അത് അടുത്ത് നിന്ന് കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് രാവിലെ തന്നെ എറണാകുളം ബോട്ടിയെട്ടിയിലേക്ക് ഞാനും അമൃതയും കൂടി പോയത്. അതിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തിയതിൽ അതിലേറെ അഭിമാനം. എല്ലാവർക്കും കൊടുക്കണമെന്ന് ഞാൻ പറയണത്. ഞങ്ങളുടെ ശമ്പളവും പെൻഷനും മുടങ്ങാതിരുന്നാൽ മതി. ഞാനിവിടെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കാൻ നേരത്ത് പെട്ടെന്ന് അവളെ കാണാനില്ല. പെട്ടെന്നൊരു കോൾ എൻ്റെ ഫോണിലേക്ക് വന്ന് അവൾ നേരെ ബസ്സിനുള്ളിൽ കയറി സീറ്റ് പിടിച്ച്. ഹൈക്കോടതിയിൽ ഇറങ്ങാനാണ് പരിപാടി. ടിക്കറ്റൊക്കെ എടുക്കുമെന്ന് തോന്നണം അവള്. ഒരുപാട് ആൾക്കാരുണ്ട്. 5675 ബസ്സുകളാണ് നമ്മുടെ കേരളത്തിൽ KSRTC സ്വന്തമായുള്ളത്. അതിൽ 3125 ബസ്സുകൾ ഓർഡിനറിയാണ്. ഇതാണ് ബസ്സുകളുടെ മുമ്പിൽ പതിച്ചിട്ടുള്ള സ്റ്റിക്കർ. അതായത് നമുക്ക് ഈ ബസ്സുകളിലെല്ലാം സൗജന്യമായിട്ട് പോകാന്നുള്ളതാണ്. ചില ബസ്സുകൾ സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്, ചില ബസ്സുകൾ ഇതുപോലെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി എന്നീ ബസ്സുകളാണ് നിലവിൽ ഓടുന്നത്. 3125 KSRTC ബസ്സുകൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് മലപ്പുറത്താണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറത്ത് ആകെ എണ്ണം 80 98 മാത്രമാണ്. ഏറ്റവും കൂടുതലുള്ള തിരുവനന്തപുരത്ത് 700-നടുത്ത് അല്ലെങ്കിൽ 680 650-നടുത്ത് ബസ്സുകളുണ്ടെന്നാണ് പറയുന്നത്. ഫ്രീ സർവീസിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യാൻ പോവാണ്. ജയലക്ഷ്മിയുടെ വക എന്തോ സമ്മാനമൊക്കെ ഉണ്ട്. ജയലക്ഷ്മിയുടെ കവറിനുള്ളിൽ മനോരമയുടെ വിവിധതരം മാഗസിനുകൾ, ഗൃഹലക്ഷ്മി, വനിത, ബാലരമ ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ദാ ഈ കാണുന്ന ചായക്കപ്പ്. ആദ്യ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ആയിരുന്നു ഇതൊക്കെ. വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട സ്ത്രീകൾക്ക് ഏറ്റവും ഉപകാരപ്രദമാണ്. വളരെയേറെ സന്തോഷം. ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ്. ഞാൻ എറണാകുളം ജില്ലാ KPTC പ്രസിഡന്റ് ആണ്. ഞങ്ങളുടെ KPTCയിൽ നിന്നുള്ള എല്ലാവരുടെയും ഒരു സഹകരണത്തോടുകൂടി ഞങ്ങൾക്ക് ട്രാൻസ്ജെൻഡേഴ്സിനും ഈ ഒരു സംവരണത്തിൽ സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ ഏറെ നന്ദിയുള്ളവരാണ്, കടപ്പെട്ടിരിക്കുന്നത്. ഈ സൗജന്യ പദ്ധതിയിലൂടെ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത് 15-20% സ്ത്രീ യാത്രക്കാരുടെ വർധനമാണ്. ഇവിടെ ബസ്സിൽ കയറുന്നതും സ്റ്റാൻഡിലിരിക്കുന്നതുമായിട്ടുള്ള എല്ലാവർക്കും ലഡു വിതരണം ചെയ്യുന്നുണ്ട് ആളുകൾ. എറണാകുളത്ത് ഫ്രീ യാത്ര ഉദ്ഘാടനം ചെയ്തത് MP ആയിട്ടുള്ള ഹൈബീഡനാണ്. കൂടാതെ കൊച്ചിയുടെ മേയർ മിനിമോള്, MLA TJ വിനോദ് ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാ ബസ്സുകളും സ്റ്റാൻഡിലുണ്ട്. നല്ല നല്ല ആശയമായിരുന്നു. എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. CM-ന് പ്രത്യേകമായ താങ്ക്സ് ഉണ്ട്. പ്രതിമാസം 70-80 കോടി വരെ ഗവൺമെന്റിന് ചെലവ് വരും. അതായത് വർഷത്തിൽ 700-800 കോടി രൂപ ഗവൺമെന്റ് KSRTCക്ക് നൽകണം. ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ ആദ്യത്തെ പടിയെന്ന രീതിയിൽ ഇപ്പം സൗജന്യ യാത്ര ബസ്സിൽ, അതുപോലെ സ്റ്റുഡൻസിന്റെ അക്കൗണ്ടിലേക്ക് 1000 rupees. അപ്പോൾ ഓരോ കാര്യങ്ങളും പടിപടിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പടി എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ സൗജന്യ യാത്രയുടെ ഇനാഗുറേഷൻ. ഒരുപാട് സന്തോഷം. അതിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തിയതിൽ അതിലേറെ അഭിമാനം, സന്തോഷം മാത്രം. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ മൊമെന്റ്. വി ആർ സോ ഹാപ്പി ആൻഡ് സോ പ്രൗഡ്. ഈ ബസ് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം ഇതുവരെ എടുത്തിട്ടില്ല. എന്താണ് എടുക്കാത്തതെന്നുള്ള ഒരു ഡൗട്ടിലാണ് എല്ലാവരും. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട് നിലവിലിപ്പോൾ. അതിനുശേഷം നമ്മുടെ മിഷനിൽ ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് സൗജന്യം ആരംഭിക്കുന്നത്. സീറോ ടിക്കറ്റിംഗ് ഇവരുടെ ടിക്കറ്റ് മെഷീനിൽ അപ്ഡേറ്റ് ആയാലേ വണ്ടി എടുക്കുള്ളൂ എന്ന് ഇവർ പറയുന്നത്. അതാണ് വണ്ടി എടുക്കാൻ ഇത്തിരി ഡിലേ വരുന്നത്. സത്യത്തിൽ വണ്ടിയിൽ കയറിയിട്ട് അവൾ ഹൈക്കോർട്ടിൽ ഇറങ്ങിയിട്ട് ഞാൻ പോയി പിക്ക് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷെ ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് ഹൈക്കോർട്ടിൽ കറങ്ങി തിരിച്ച് സ്റ്റാൻഡിലേക്ക് വരുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. അങ്ങനെ മെഷീൻ അപ്ഡേറ്റ് ആയതുകൊണ്ട് അവരിതേ വണ്ടി എടുക്കുകയാണ്. ആദ്യത്തെ യാത്ര എറണാകുളത്ത് നിന്നുള്ള പ്രവർത്തകരൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. 10 മിനിറ്റിനുള്ളിൽ തിരിച്ചെത്തുന്നതുകൊണ്ട് ഞാനിവിടെ തന്നെ വെയിറ്റ് ചെയ്തു. തിരിച്ചു വന്നപ്പോഴാണ് എല്ലാവർക്കും ടിക്കറ്റ് വിതരണം ചെയ്തു തുടങ്ങിയത്. വളരെ നല്ല കാര്യം. ടിക്കറ്റ് കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും ഫ്രീ എടുക്കും. എല്ലാവർക്കും കൊടുക്കണമെന്നാണ് ഞാൻ പറയണത്. ഞങ്ങളുടെ ശമ്പളവും പെൻഷനും മുടങ്ങാതിരുന്നാൽ മതി. ആർക്ക് വേണേലും സൗജന്യം കൊടുക്കണേ. ടിക്കറ്റ് വേണമെന്നല്ലേ പറഞ്ഞത്? യാത്ര ചെയ്തു. നിങ്ങൾ ചെയ്തു. ഇതൊരു സീറോ ടിക്കറ്റിംഗ് സംവിധാനമാണെങ്കിലും ഇതിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ 500 രൂപ വരെ ഫൈൻ കിട്ടാനും ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും KSRTCയുടെ ഈ പദ്ധതിയെ ആളുകൾ എതിർക്കുന്നത്? 2019 ഡൽഹിയിൽ സ്ത്രീകൾക്ക് ആരംഭിച്ച പിങ്ക് ടിക്കറ്റ് പദ്ധതി മറ്റ് സംസ്ഥാനങ്ങളിലെ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമാണ്. സ്ത്രീ സുരക്ഷയും പൊതുഗതാഗത ഉപയോഗവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ പ്രഖ്യാപിച്ചതാണ് ഈ പദ്ധതി. ഇത് പക്ഷേ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പുള്ള പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി അവതരിപ്പിക്കപ്പെട്ട പദ്ധതിയല്ല. പക്ഷെ നമ്മുടെ പ്രിയദർശിനി പദ്ധതി
കർണാടകയിലെ ശക്തി സ്കീം, തെലങ്കാനയിലെ മഹാലക്ഷ്മി സ്കീം, തമിഴ്നാട്ടിൽ DMK നടപ്പിലാക്കിയ പദ്ധതി ഇവയൊക്കെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നതോ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി കൊടുത്തതോ ഉള്ള പദ്ധതികളാണ്. അതായത് കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടില്ല എന്നതാണ് ഇതിനെ എതിർക്കുന്നവർ പറയാനുള്ള പ്രധാന വാദങ്ങളും കാരണങ്ങളും. പക്ഷേ വനിതകൾക്ക് സൗജന്യം കൊടുത്തുകൊണ്ട് അതത് ഗവൺമെന്റുകൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ ഉണ്ടായ യാത്രക്കാരുടെ വർധനവ്, തൊഴിലിടങ്ങളിൽ ഉണ്ടായ വർധനവ്, കുറഞ്ഞ വരുമാനമുള്ള സ്ത്രീകൾക്ക് ചെറിയ മിച്ചം പിടിക്കാൻ പറ്റുന്നതും സാമൂഹികമായ സാമ്പത്തികമായ സുരക്ഷ ഇവയെല്ലാം മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ KSRTCയുടെ നിലനിൽപ്പ്, കേരളത്തിന്റെ സാമ്പത്തിക നില, ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും തർക്കങ്ങളും തന്നെയാണ് പ്രിയദർശിനി പദ്ധതിയുമായി നടക്കുന്ന വിവാദങ്ങൾ. നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ എങ്ങനെയാണ് കേരള ഗവൺമെന്റ് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പദ്ധതിയുടെ വിജയം. ഗവൺമെന്റ് കൃത്യമായി സാമ്പത്തിക സഹായം നൽകിയാൽ മാത്രമേ ഈ പദ്ധതി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. മുൻ മാതൃകകളെല്ലാം അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.